ഇന്ന് നമ്മൾ കാലത്ത് തന്നെ ഒരു സ്ഥലം വരെ പോവാണ് കേട്ടോ. കുറേ നാളുകളായിട്ട് മനസ്സിൽ വാങ്ങിക്കണം വാങ്ങിക്കണം എന്ന് ആഗ്രഹമായിട്ട് നടന്നിട്ട് അവസാനം വാങ്ങിക്കുന്ന ഒരു സംഭവമാണ് കേട്ടോ. ഇത് നമ്മുടെ വീട്ടിൽ കിച്ചണിൽ നമ്മൾ യൂസ് ചെയ്യുന്നതാണ്. പക്ഷേ എങ്കിലും അതിനൊരു പുതിയൊരു വേർഷൻ കൊണ്ടുവരണമെന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ ഇന്നത്തെ യാത്ര പുറപ്പെടുന്നത് കേട്ടോ. കാലത്ത് തന്നെ എണീച്ചു, കാര്യങ്ങളൊക്കെ കഴിഞ്ഞു, ബ്രേക്ക്ഫാസ്റ്റും അതുപോലുള്ള കാര്യങ്ങളൊക്കെ കഴിഞ്ഞു, കുട്ടികളൊക്കെ കുളിപ്പിക്കലും അങ്ങനെ അല്ലറ ചില്ലറ പണികളൊക്കെ ഒതുക്കി ഏകദേശം ഒരു 10-11 മണിയോട് കൂടിയിട്ടാണ് നമ്മൾ പോകുന്നത് കേട്ടോ. അപ്പോൾ വലിയ മേക്കപ്പും കാര്യങ്ങളൊന്നും ഇല്ല, നമ്മുടെ വാടാനപ്പള്ളിയിലേക്കാണ് പോകുന്നത്. അപ്പോൾ അതാ ഈ കാണുന്ന നമ്മുടെ ഗ്യാസ് അടുപ്പ് ഒന്ന് മാറ്റി വാങ്ങിക്കാൻ വേണ്ടി പോവാണ്. കുറേ നാളുകളായി ഞങ്ങൾ വിചാരിക്കുന്നത് ഒന്ന് മാറ്റി വാങ്ങിക്കണം എന്നുള്ളത്. എന്നെ കല്യാണം കഴിച്ച് കൊണ്ടുവരുന്ന ആ ഒരു സമയം മുതൽ നമ്മൾ യൂസ് ചെയ്യുന്നത് ഈ ഗ്യാസ് അടുപ്പ് തന്നെയാണ്. ഏകദേശം 12 വർഷത്തോളം ആയിട്ടുണ്ട് കല്യാണം കഴിഞ്ഞിട്ട്. ഈ ഒരു ഗ്യാസ് സ്റ്റവ് മാറ്റുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ബർണർ വളരെയധികം താഴ്ന്നിട്ടാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ കുക്ക് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ മുകളിലുള്ള അടപ്പ് കുറച്ചും കൂടി നീങ്ങിയിട്ട് തീ ശരിക്കും കത്താതെ വരിക, അങ്ങനെയൊക്കെയുള്ള കുറച്ച് കംപ്ലയിൻസ് ഒക്കെ ആയി. പിന്നെ പെട്ടെന്ന് കരി പിടിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയപ്പോഴാണ് ഞങ്ങളിത് മാറ്റാൻ തന്നെ ഡിസൈഡ് ചെയ്തത്. അപ്പോൾ വേറെ ഗ്യാസ് അടുപ്പ് പോയി നോക്കണം. അപ്പോൾ അതിന് മുന്നായിട്ട് നമ്മൾ ഈ പഴയ ഗ്യാസ് അടുപ്പ് കൊടുക്കാം, അതായത് എക്സ്ചേഞ്ചിൽ എടുക്കാമെന്നാണ് വിചാരിച്ചിട്ട് പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഗ്യാസൊക്കെ നമ്മൾ ഊരിയെടുത്തു. അതിനുശേഷം നമ്മളിത് കൊണ്ടിട്ടാണ് പോകുന്നത്. അപ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ സാധനങ്ങൾ വാങ്ങിക്കാനായിട്ട് പോകുന്നത് വാടാനപ്പള്ളിയിലേക്കാണ്. വാടാനപ്പള്ളിയിൽ നമുക്ക് അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിൽ കുറേ ഐറ്റംസ് കിട്ടുന്ന ജനത ഹോം മാർട്ടിലേക്കാണ് പോകുന്നത്. ഇത് ഇവരുടെ പുതിയ ഷോപ്പാണ്. ജനത ഇവർക്ക് ഒരുപാടുണ്ട്. അപ്പോൾ അതിൽ ഏറ്റവും പുതിയ ഷോപ്പ് ഇപ്പോൾ കുറച്ച് നാളായിട്ടുള്ള തുടങ്ങിയിട്ട്. അപ്പോൾ ഇവിടെ വേണ്ടുന്ന എല്ലാ സാധനങ്ങളും ഉണ്ട് കേട്ടോ. അതായത് ഒരു വീട്ടിലേക്ക് നമുക്ക് ആവശ്യമായിട്ടുള്ള A to Z കാര്യങ്ങളും ഇവിടെയുണ്ട്. അല്ലറ ചില്ലറ കാര്യങ്ങൾ മാത്രമേ നമുക്ക് കുറവ് വരുള്ളൂ. അതുപോലെ തന്നെ റേറ്റിലും നല്ല ഡിഫറൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ വന്നിട്ട് സ്റ്റവ് നോക്കുകയാണ്. അപ്പോൾ നമുക്ക് 2-3 ബ്രാൻഡ് നമ്മൾ നോക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ നമ്മൾ സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു പ്രസ്റ്റീജ് ആണ്. പ്രസ്റ്റീജും ബട്ടർഫ്ലൈ ആണ് നോക്കി വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ബട്ടർഫ്ലൈനേക്കാളും കുറച്ചും കൂടി നമുക്ക് മോഡലും കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെട്ടത് പ്രസ്റ്റീജിൻ്റെ ആണ്. അപ്പോൾ പ്രസ്റ്റീജിൻ്റെ നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ നമ്മൾ 3 ബർണർ വരുന്നതാണ് നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നത്. നമ്മുടെ പഴയ ഗ്യാസ് അടുപ്പ് എന്ന് പറയുന്നത് 2 ബർണർ വരുന്നതാണ്. അപ്പോൾ ഇപ്രാവശ്യം എന്തായാലും ഒരു ചേഞ്ച് ആയിക്കോട്ടെ എന്ന് വിചാരിച്ച് നമ്മൾ 3 ബർണർ ഉള്ളതാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ ചേച്ചി നമുക്ക് ഹെൽപ്പ് ചെയ്ത് തരുന്നുണ്ട്. പാത്രങ്ങളും സാധനങ്ങളൊക്കെ ഇവിടെ ഒരുപാട് സെലക്ഷൻ ഉണ്ട്, ഒരുപാട് കളക്ഷൻ ഉണ്ട്. അപ്പോൾ കുട്ടികളുടെ ഐറ്റംസും ടോയ്സും വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള ഡെക്കോർ ഐറ്റംസും ഒക്കെ ഇവിടെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ വീട്ടിലേക്ക് ആവശ്യപ്പെട്ടിട്ടുള്ള ഒട്ടുമിക്ക സാധനങ്ങളും ഇവിടെ വന്നിട്ട് തന്നെയാണ് നമ്മൾ പർച്ചേസ് ചെയ്യാറുള്ളത്. അപ്പോൾ അടിപൊളി സെലക്ഷനുള്ള കടയാണ്. പിന്നെ ഒരുപാട് ഓഫേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ നമ്മൾ ജസ്റ്റ് ഒന്ന് കറങ്ങി നടന്ന് കണ്ടു, ബില്ലാവുന്ന ആ ഒരു സമയത്തിൻ്റെ ഉള്ളിൽ. അപ്പോൾ അവസാനം എന്താ ബില്ലായിട്ട് നമ്മൾ ഈ ഒരു ഗ്യാസ് സ്റ്റവ് വാങ്ങിച്ചേക്കാണ്. 2 വർഷം വാറണ്ടി ഉള്ള ഗ്യാസ് സ്റ്റവാണ് നമ്മൾ വാങ്ങിച്ചിട്ടുള്ളത്. അതിനുശേഷം വീട്ടിലെത്തിയതിന് ശേഷം നമുക്കിനി ഗ്യാസ് അടുപ്പൊക്കെ ഫിറ്റ് ചെയ്തതിന് ശേഷമാണ് കുക്കിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. കാലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് പോയതാണ്. ഇനി ഗ്യാസൊക്കെ ഓപ്പൺ ചെയ്ത് അത് ഫിറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ ചെയ്തതിന് ശേഷമാണ് നമുക്ക് ഫുഡൊക്കെ പ്രിപ്പയർ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ ഇതിലുള്ള സാധനങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഗ്യാസ് സ്റ്റവിൻ്റെ അടിയിൽ വെക്കുന്ന ബുഷ് വന്നിട്ടുണ്ട്. അതുപോലെ ബർണറും പിന്നെ അതിൻ്റെ ഒരു നമുക്ക് ചൂടുള്ള സാധനങ്ങളൊക്കെ വെക്കാനായിട്ട് ഒരു സ്റ്റീലിൻ്റെ തന്നെ ഒരു സംഭവം തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ വാറണ്ടി കാർഡ് ഉണ്ട്. അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെയാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ചേട്ടൻ ഇത് ഫിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇരിക്കുകയാണ്. പിന്നെ നമ്മൾ ഗ്യാസ് കണക്ഷൻ കൊടുക്കാനായിട്ടുള്ള ആ ഒരു പൈപ്പും കാര്യങ്ങളൊക്കെ പുതിയത് തന്നെ വാങ്ങിച്ചിട്ടുണ്ട്. ഇനി പഴയത് നമ്മൾ എന്തായാലും മുറിച്ചൊക്കെ മാറ്റിയതാണ്. അപ്പോൾ അതുകൊണ്ട് പുതിയ പൈപ്പ് വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ഫിറ്റ് ചെയ്യാൻ ആദ്യം ഞങ്ങൾക്ക് അറിയണ്ടായിരുന്നില്ല, എങ്ങനെയാണ് ഇതിൻ്റെ ഉള്ളിലേക്ക് കയറ്റാന്ന് അറിയണ്ടായിരുന്നില്ല. അതിനുശേഷം പിന്നെ നമ്മളൊരു മെഴുകുതിരി കൊണ്ടുവന്നിട്ട് അതിൻ്റെ പൈപ്പിൻ്റെ അറ്റഭാഗം ഒന്ന് ചെറുതാക്കി ചൂടാക്കിയതിന് ശേഷമാണ് ഇതുപോലെ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇതാ ഗ്യാസ് അടുപ്പ് മുകളിൽ ഫിറ്റ് ചെയ്ത് അവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി അടുപ്പിലേക്കല്ല ഗ്യാസിലേക്കുള്ള കണക്ഷൻ കൊടുക്കണം. അപ്പോൾ അതിൻ്റെ ആ ഒരു ഹോൾഡറിൽ ആദ്യം കണക്ട് ചെയ്യണം ഈ ഒരു പൈപ്പ്. അപ്പോൾ അതും ചെറുതാക്കി ചൂടാക്കിയിട്ടാണ് കണക്ട് ചെയ്യുന്നത്. അപ്പോൾ ചേട്ടൻ ഒരുപാട് നാളുകളായിട്ട് പറയുന്നുണ്ടായിരുന്നു പുതിയൊരു ഗ്യാസ് സ്റ്റവ് നമുക്ക് വാങ്ങിക്കണം എന്നുള്ളത്. ഗ്യാസ് നമുക്ക് ഒരുപാട് നഷ്ടം വരുന്നുണ്ട്. പിന്നെ നമുക്ക് പെട്ടെന്നൊന്നും കാര്യങ്ങൾ ചെയ്തു തീർക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ടും കൂടിയിട്ടാണ് നമ്മൾ ഈ ഒരു അടുപ്പ് വാങ്ങിച്ചത്. അപ്പോൾ അടുപ്പ് ഉദ്ഘാടനം ചെയ്തു. അപ്പോൾ ഇന്ന് ഞാൻ ഉച്ചയ്ക്ക് ലഞ്ചിന് ഉണ്ടാക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത് ഫ്രൈഡ് റൈസും ഗോബി മഞ്ചൂരിയനാണ്. അപ്പോൾ അതിനാവശ്യമായിട്ടുള്ള റൈസ് കുക്ക് ചെയ്യാനായിട്ട് വെള്ളമൊക്കെ അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ട്. പിന്നെ ഭയങ്കര ഫാസ്റ്റ് ആയിട്ടുള്ള പരിപാടിയായിരുന്നു കേട്ടോ. കാരണം ഏകദേശം 1 മണി ആകുമ്പോഴേക്കും നമുക്ക് ഫുഡ് കഴിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഗോബി മഞ്ചൂരിയൻ ഉണ്ടാക്കാനായിട്ടുള്ള കോളിഫ്ലവർ കുക്ക് ചെയ്തെടുക്കാൻ പോവുകയാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ കട്ടിങ്ങിനും കാര്യങ്ങളൊക്കെ ചേട്ടൻ ഹെൽപ്പ് ചെയ്യാനായിട്ടുണ്ട്. എനിക്ക് പെട്ടെന്ന് ചെയ്ത് തീർക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് കേട്ടോ ഈ ഒരു ഗോബി മഞ്ചൂരിയനും അതുപോലെ തന്നെ ഫ്രൈഡ് റൈസ് എന്ന് പറയുന്നത്. കുട്ടികൾക്കും ഭയങ്കര ഇഷ്ടമുള്ളൊരു സംഭവമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ കാര്യങ്ങളൊക്കെ വേഗം ചടപടേന്നായിട്ട് ചെയ്യുന്നുണ്ട്. അപ്പോഴേക്കും ഒരടുപ്പിൽ നമ്മൾ ചോറിനുള്ള വെള്ളം വെച്ചിട്ടുണ്ട്. അത് തിളച്ച് വരുമ്പോഴേക്കും നമുക്ക് തൊട്ടടുപ്പിൽ കോളിഫ്ലവർ കുക്ക് ചെയ്യാനായിട്ട് വെക്കാം.
ആദ്യം തന്നെ കോളിഫ്ലവർ നമ്മൾ ഹാഫ് കുക്ക് ചെയ്തതിന് ശേഷമാണ് അത് ഗോബി മഞ്ചൂരിയൻ ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഈ ഒരു കോളിഫ്ലവർ വേവിക്കാൻ വെച്ചിട്ടുള്ള വെള്ളത്തിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയും ഒക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അത് എന്നിട്ട് അടച്ച് വെച്ചിട്ട് നമുക്കൊരു 5 മിനിറ്റോളം ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പോഴേക്കും നമ്മുടെ പച്ചക്കറിയും കാര്യങ്ങളൊക്കെ അതിലേക്ക് ആവശ്യമായിട്ടുള്ള പച്ചക്കറിയും കാര്യങ്ങളൊക്കെ ചേട്ടൻ അരിയുന്നുണ്ട്. വെള്ളം തിളച്ച് വന്നപ്പോൾ ഞാനതിലേക്ക് കഴുകി വെച്ചിട്ടുള്ള അരി ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ കിച്ചണിലെ പുതിയ വിശേഷം എന്ന് പറയുന്നത്. പഴയ അടുപ്പ് മാറിയിട്ട് പുതിയ അടുപ്പ് വന്നപ്പോൾ നമുക്ക് എന്തോ ഭയങ്കരമായിട്ടുള്ളൊരു ഡിഫറൻസ് ആണ് തോന്നുന്നത്. കാരണം പഴയ അടുപ്പ് കുറച്ചുകൂടി ഹൈറ്റ് ഉണ്ടായിരുന്നു, ഇത് ഭയങ്കര ഫ്ലാറ്റ് ആയിട്ടുള്ള അടുപ്പാണ്. അങ്ങനെ ചെറിയ ചെറിയ വ്യത്യാസങ്ങളൊക്കെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. ഇനി ഇത് യൂസ് ചെയ്തിട്ട് നമുക്ക് ശരിയാവും. അതുപോലെ തന്നെ 3 അടുപ്പുള്ള കാരണം നമുക്ക് കാലത്തൊക്കെ ജോലിക്ക് പോകുമ്പോൾ ഹറി ബറിയായിട്ട് കാര്യങ്ങൾ ചെയ്ത് പെട്ടെന്ന് തന്നെ അവസാനിപ്പിച്ചിട്ട് പോകാനായിട്ട് പറ്റും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം ഉണ്ടായിരുന്നത്. പക്ഷെ അത് ഇതുപോലെ തന്നെയാണ് കേട്ടോ. ഞാനിപ്പോൾ ഗ്യാസ് അടുപ്പ് വാങ്ങിച്ചിട്ട് ഒരാഴ്ചയ്ക്ക് ശേഷമാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. എനിക്ക് ഭയങ്കരമായിട്ടുള്ള ഡിഫറൻസ് ഉണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുക്കിംഗ് ടൈമൊക്കെ വളരെ കുറച്ച് മാത്രം മതി. ഞാൻ ഓൾറെഡി ഫാസ്റ്റായിട്ട് കുക്ക് ചെയ്യുന്ന ആളാണ്, അതായത് വേഗം വേഗം ഞാൻ കാര്യങ്ങൾ ചെയ്ത് തീർക്കുന്ന ഒരാളാണ്. അപ്പോൾ 3 ബർണറുള്ള അടുപ്പും കൂടി ആയപ്പോൾ എനിക്ക് ഒന്നും കൂടി ഈസിയായി. അതുപോലെ തന്നെ ഗ്യാസൊക്കെ കറക്റ്റായിട്ട് വരുന്നുണ്ട്. പഴയ അടുപ്പെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ബർണറിൽ നന്നായിട്ട് തീ വരുമായിരുന്നു, ഒരു ബർണറിൽ ലോ ഫ്ലെയിമിലായിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ കുക്കിംഗ് സമയം ഒരുപാട് എനിക്ക് ലോസ്റ്റ് ആയിട്ട് പോകുന്നുണ്ടായിരുന്നു. ഇതെന്തായാലും കിടിലനായിട്ടുള്ളൊരു പരിപാടിയാണ്. എനിക്ക് കറക്റ്റ് സമയത്ത് ഓഫീസിൽ പോകാനും കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നു. എന്തായാലും ഫ്രൈഡ് റൈസിനുള്ള പച്ചക്കറിയും കാര്യങ്ങളൊക്കെ ഒന്ന് നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോഴേക്കും ഗോബി മഞ്ചൂരിയൻ ഫ്രൈ ചെയ്ത് വെച്ചു. ഏകദേശം എന്തായാലും തട്ടിക്കൂട്ടി ഒരു ഫ്രൈഡ് റൈസും അതുപോലെ തന്നെ ഗോബി മഞ്ചൂരിയനും തയ്യാറാക്കി. കുട്ടികൾക്ക് വളരെ ഇഷ്ടപ്പെട്ടുള്ള ഒരു കിടിലനായിട്ടുള്ള ഒരു ഐറ്റമാണ്. അപ്പോൾ കുട്ടികൾക്ക് കൊടുത്തു. അതിനുശേഷം ഞാനും ചേട്ടനും കൂടി ഇരുന്ന് കഴിക്കുകയാണ്. അപ്പോൾ ഗോബി മഞ്ചൂരിയനും ഫ്രൈഡ് റൈസും പിന്നെ നമ്മൾ ഒരു പൈനാപ്പിളും അതുപോലെ തന്നെ കുക്കുംബറും കാര്യങ്ങളൊക്കെ ഇട്ടൊരു ചെറിയൊരു സലാഡും പിന്നെ നമ്മളതിലേക്ക് ഒരു തൈരിൻ്റെ ഒരു കച്ചമ്പറും ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ അവരെ എടുത്ത് ചെന്നിരുന്ന് കഴിക്കാനിരുന്നപ്പോഴേക്കും അവരുടെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. കല്യാണി കിട്ടില്ലെന്നായി എന്ന് പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും ഞാനൊന്ന് ഉച്ചയ്ക്ക് ചേട്ടൻ്റെ കൂടി ഇരുന്ന് കഴിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നല്ലൊരു ഹാപ്പി ആയിട്ടുള്ള നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ദിവസമാണ്. അപ്പോൾ എന്തായാലും ദൈവം അനുഗ്രഹിച്ച് നമുക്ക് ഇത്രയും കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്യാനായിട്ട് പറ്റി. അപ്പോൾ നല്ലൊരു ഹാപ്പി ആയിട്ടുള്ള ദിവസം. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. അങ്ങനെ വിശ്വസിക്കാനാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം കേട്ടോ. അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത്. അപ്പോൾ ഞാൻ ചോറ് വിളമ്പി ഞാൻ കഴിക്കുകയാണ്. അപ്പോഴേക്കും കുട്ടികൾക്ക് നമ്മൾ 7 കൂടി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഭക്ഷണമൊക്കെ കഴിച്ചതിന് ശേഷം കുറച്ച് 7 ഒഴിച്ച് കൊടുത്ത് അവരെ എന്തായാലും ഹാപ്പിയാക്കി. അപ്പോൾ പെട്ടെന്ന് തന്നെ കുക്ക് ചെയ്തതാണെങ്കിലും പെട്ടെന്ന് നല്ല വിശപ്പുള്ള കാരണം കൊണ്ടാണെന്ന് തോന്നുന്നു. എന്തായാലും നല്ല കിടിലൻ ടേസ്റ്റ് ആയിരുന്നു. കല്യാണി 2ാമതും വാങ്ങിച്ചു 3ാമതും വാങ്ങിച്ചിട്ടൊക്കെ കഴിക്കുന്നുണ്ടായിരുന്നു. ഉച്ചയോട് കൂടിയിട്ട് ഫ്രൈഡ് റൈസും ഗോബി മഞ്ചൂരിയനും സലാഡും കാര്യങ്ങളൊക്കെ തന്നെ അവസാനിച്ചിട്ടുണ്ടായിരുന്നു. ഇനി വൈകുന്നേരത്തിന് വേറെ കുക്ക് ചെയ്യണം, അത് വേറെ വശം. എന്തായാലും വയറ് നിറച്ച് ഫുഡൊക്കെ കഴിച്ച് ഇനി നല്ല സുഖമായിട്ടൊന്ന് കിടന്നിറങ്ങണം. അപ്പോൾ അക്ഷയുടെ 7 കുടിച്ച് കഴിഞ്ഞപ്പോൾ അക്ഷയ് പറയാണ് ബാക്കി വേസ്റ്റ് വന്ന 7 ഇതിൽ ഒഴിച്ചെന്ന് പറഞ്ഞിട്ട് ഗ്ലാസ് കൊണ്ടുവന്ന് വെച്ചു. അപ്പോഴേക്കും ചേട്ടനെ ചെയ്ത് കേട്ട് അവൻ അങ്ങനെ തന്നെ പോയി. അപ്പോൾ എന്തായാലും അടുത്തൊരു കിടിലൻ വീഡിയോ ആയിട്ടോ വ്ളോഗായിട്ടോ എന്തെങ്കിലുമൊക്കെ ആയിട്ട് നമുക്ക് ഇനിയും കാണാം. അതുവരേക്കും ബൈ.